ഈ നഗരത്തിന് രണ്ടുപറ്റും. ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്നിട്ടും എന്താ ആരും ഒന്നും പറയാത്തത്? ആരും ഒന്നും പറയില്ല. എന്താണെന്നല്ലേ, എല്ലാവരും ആ പുക തേടിയുള്ള അലച്ചിലാണ്. ആ നീല പുക തേടിയുള്ള അലച്ചിൽ. വെയിറ്റ് ചെയ്തിട്ട് അവസാനം സാധനം കിട്ടാതെ അവിടെ എന്ത് പറയാനാണ്? നീ വണ്ടി എടുത്തേ, നമുക്ക് പോവാ. വെറുതെ ആളൊക്കെ പൂറാക്കാനായിട്ട്. പോലീസുകാർ പാഞ്ഞു കിടക്കുന്ന സമയമാണ്. നീ ഒന്ന് വിളിച്ചു നോക്ക്, കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു നോക്ക്, കിട്ടും. നീ ആ മൊബൈൽ ആദ്യം ഒന്ന് എടുക്ക്. കിട്ടുന്നില്ല, കട്ടായിപ്പോയി. നീ ഒന്നുകൂടി ഒന്ന് നോക്ക്. കൊള്ളു പോകുന്നുണ്ട്. ആണോ? ഇങ്ങോട്ട് പോവാ, ഞാൻ സംസാരിക്കാം.
വാ. തുളിക്കോ. എന്താണ് ഓടുന്നത്? പോലീസ്. എന്താണ് പ്രശ്നം? സാറിന്റെ പേഴ്സ് ഒരുത്തന്നെ അടിച്ചിട്ടുണ്ട് പോയി. എങ്ങോട്ട് പോയി? സാറേ അങ്ങോട്ടാണ് പോയി സാറേ. അതിനാണോ ഈ വടിയും കുന്തവും കുറച്ചോക്കറൊക്കെ? ഡോ, ഇവന്മാരൊക്കെ പിടിച്ചങ്ങ് ജീപ്പിലോട്ട് കയറ്റ്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവന്മാരുടെ പരാതിയൊക്കെ അങ്ങ് പരിഹരിച്ചു കൊടുക്കാം. നമ്മൾ രക്ഷപ്പെട്ടത് മാത്രമല്ല, നമ്മൾ പഞ്ഞി കിട്ടുന്നവർക്ക് നല്ല പണി കിട്ടി. എനിക്ക് അവന്മാർക്ക് 2 കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തേ കൊടുക്കാഞ്ഞ്? അല്ല, ഇടി കഴിഞ്ഞ് ഇപ്പോഴല്ല അവന്മാർ നമ്മളെ നിലത്ത് നിർത്തിയത്. നിർത്തിയപ്പോഴത്തേക്കും പോലീസും വന്ന് അങ്ങ് പിടിച്ചോണ്ട് പോയി. എന്റെ കർത്താവേ, അവന്മാർക്ക് ഒരു പോറൽ പോലും പറ്റാണ്ട് ഇങ്ങനെ വെറുതെ വിട്ടേക്കണേ. എന്നിട്ട് വേണം എനിക്ക് അവന്മാരുടെ മൂക്ക് ചപ്പാത്തി വേണോ പൊറോട്ട മതിയോ? പൊറോട്ട. ഈ പൊറോട്ട ഇടിക്കണ ഇടിച്ച് പരത്തണം. ഡേ, നീ ആവശ്യമില്ലാത്ത ഓരോന്ന് വെറുതെ പ്രാർത്ഥിക്കല്ലേ, കർത്താവ് ചിലപ്പം നടത്തി തരും. ഒന്ന് പോടാ, ഇവിടെ ആവശ്യമുള്ളതും കൂടി നടത്താനില്ല, പിന്നെയാണ് ആവശ്യമില്ലാത്തത്. നീ എന്താണോ ആവശ്യപ്പെട്ടത്? കർത്താവേ, അങ്ങ് പച്ചവെള്ളം വീഞ്ഞാക്കിയവനാണ്. എനിക്ക് ആ ട്രിക്കുകളൊന്ന് പഠിച്ചു തരും. എടാ, നിന്റെ ഈ ആവശ്യം മാത്രം കർത്താവ് സാധിച്ചു തരില്ല. എന്തേ? എടാ, കോട്ടയത്തുള്ള സകല അച്ചായന്മാരുടെ ഇതേ പ്രാർത്ഥന കർത്താവ് പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിരിക്കുക. നീ വെയിറ്റിംഗിലാണ് മോനെ. നീ പിന്തിരിപ്പിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കും. മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിക്കും. നീ വീഞ്ഞിനുള്ള മുന്തിരി എന്റെ കൈകളിലേക്ക് തരിക, ഞാനത് വാറ്റാക്കി തരാം. പൂർത്തിയായി. നീ ഇനി അതും കൂടി ചെയ്ത പിന്നെ കോറം തക്കഞ്ഞു. അത് പറഞ്ഞപ്പോ ഒരു കാര്യം ആലോചിച്ച്. അല്ല, നമ്മൾ അടിച്ചോക്കന്മാര് ഇടിച്ചിറക്കിയില്ലേ, നമുക്കൊന്ന് ചാർജ് ചെയ്യണ്ടേ? എന്റെ പൊന്നളി, അതിന് ചാർജ് ചെയ്യാൻ കയ്യിൽ 10 പൈസ ഉണ്ട്. എല്ലാം അവിടെ കൊണ്ട് കളഞ്ഞില്ലേ? ഇത് മതിയാ പോരെ? ഇതെവിടുന്ന്? ഇത് നമ്മൾ ഇടിച്ചാമാരം കൊണ്ടേ. അപ്പം പോലീസിന്റെ അടുത്തൊക്കെ പറഞ്ഞ് സത്യായിരുന്നില്ലേ? അയ്യേ, ഈ എച്ചിടയിൽ ആകെ 1300 രൂപയുള്ളൂ. ഓ, പിന്നെ ഓസിന് കിട്ടിയതാ, വേണമെങ്കിൽ എടുത്തിട്ട് പോടാ. ഓസിന് കിട്ടിയതാ. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച് അടിച്ചു മാറ്റിയതാ. ഓസിനാണ് സാറ് കുടിക്കണ്ട. അല്ല അളിയ, നമുക്ക് ബാറിൽ പോയി ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്യണ്ടേ? ചെറുതായിട്ട് വേണോ വലുതായിട്ട് വേണോ എന്ന് ഈ ബോസ് തീരുമാനിക്കും. കാരണം ടുഡേ ഐ ആം ഗോയിങ് ടു പേ ദ ബിൽ. ബാ. ഹലോ മോളു. ഹലോ, എവിടെ ഉണ്ട്? ഞാൻ ആലപ്പുഴയുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠയ്ക്ക് കയ്യും കാലും പറ്റിട്ട് ഈ പൗലോച്ചൻ എന്ന പേരും കൊടുത്ത് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ആരെയാ? എന്നെ. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാനേ കറക്റ്റായിട്ട് അങ്ങോട്ട് വന്നേക്കാം. എപ്പോ? ഞാൻ ആലപ്പുഴയുണ്ടെന്ന്. ആണോ? എന്നാ പിന്നെ ഞാൻ വേഗം റെഡിയാവട്ടെ. സമയത്തിലെത്തണേ. ഓക്കെ. സാർ വേറെ എന്തെങ്കിലും? ശരി സാർ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പറയുന്ന പോലെ വേഷം ചെയ്താ തനിക്ക് വേഷം ഉറപ്പാ. ഞാൻ ചെയ്യാ സാറേ. സാറൊന്നും വിളിക്കണ്ട, പറഞ്ഞ ക്യാഷിനെ കൊണ്ടുവന്നാൽ മതി. നമ്മുടെ കഥയിലെ നായകൻ വികാരഭരിതനായ കാമുകനാണ്. വികാരം കാണിച്ചേ. വികാരഭരിതനായ കാമുകനല്ലേ? അല്ല സാറേ, നമുക്ക് ഈ കാമുകിയെ കണ്ടാലല്ലേ വികാരം വരുള്ളൂ. എടോ, ക്യാമറയാണോ കാമുകി? ഓ, എന്നെ നോക്കി ചെയ്യാതെ ക്യാമറ നോക്കി ചെയ്യടോ. പോരട്ടെ, വികാരം 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 വരട്ടെ. പോരട്ടെ പോരട്ടെ.
നന്നായിട്ട് നോക്കിയടാ ഇത് എന്തിന്റെ കുട്ടിയാടാ ഇത് ഒഡീഷനാണോ തോന്നുന്നത്? കണ്ടില്ലേ ബിയർ ഉപ്പിൽ നിറഞ്ഞിരിക്കുന്നേ. അതങ്ങ് ആ, എടാ താനല്ലടോ കാമുകി. എക്സ്ക്യൂസ് മീ സാർ, കഴിക്കാൻ എന്താ? എന്താണ് സീസർ ആയാലോ? എടാ സീസർ വേണ്ട, എനിക്ക് വയറിളക്കും. പിന്നെ ഞാൻ സീസർ അടിച്ചേ. എന്നാ പിന്നെ പക്കാടി വെക്കാലോ? തലവേദന എടുക്കും. ഇല്ലെങ്കിൽ പിന്നെന്താ കഴിക്കുക? നമുക്ക് സ്മോളിൽ ഇങ്ങനെ ബ്രാൻഡ് വെച്ചിട്ട്. ബ്രാൻഡി ഒന്നും ഞാൻ കഴിക്കില്ലെന്ന് നിനക്കറിയില്ലേ? എന്നാ പിന്നെ നമുക്കൊരു MCB ആക്കിയാലോ? MCB മതി, MCB. ആ ചേട്ടാ, ഒരു MCB ഫുള്ള്. അപ്പൊ രണ്ടാളും ഇന്നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? അതെ, ബാറൊക്കെ പൂട്ടി അതിന്റെ കേസ് നടന്നോണ്ടിരിക്കുവാ. ഇതിപ്പോ ബിയർ പാർലറാ. ചേട്ടനെ പറ്റിച്ചേ, ചേട്ടനെ പറ്റിച്ചേ. ആ, രണ്ടാളും വലിച്ച കോമഡി അടിക്കാൻ വന്നതാണല്ലേ? ഞാനും കുറെ നാളായി കോമഡി പറയാൻ തുടങ്ങിട്ട്. ഇപ്പൊ ജീവിതം ട്രാജഡിയാ. ചേട്ടാ, ഞങ്ങളൊരു തമാശ പറഞ്ഞല്ലേ? ആ സാധനം ചീഞ്ഞത് കൊണ്ടാ ഞാനിത് പറഞ്ഞത്. ഇപ്പൊ രണ്ടുപേർക്കും ഒരു ബിയർ എടുക്കാമല്ലോ. ബിയർ ആണെങ്കിൽ എനിക്ക് കല്യാണി മതി. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കല്യാണി ഇപ്പൊ വന്നൊരു പെറുക്കി കൊണ്ടുപോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഓ, എന്നാ പിന്നെ BF മതി. എന്താ? KF. അങ്ങനെ പറ. അപ്പൊ രണ്ട് KF strong. രണ്ടെണ്ണം. എന്താണല്ലേ? പോരട്ടെ, ബിയർ പോരട്ടെ. ദേ, അങ്ങോട്ടേക്ക്. എടാ എടാ ഇട്ട് പറ്റിക്കണടാ. ഒന്നല്ലോ. പിന്നെ നമ്മളെന്തോ ഭാഗ്യത്തിനായിട്ട് രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് നല്ല ഇടി കിട്ടിയാനെ. നല്ല വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് പൂരപ്പറമ്പാക്കിയാനെ. അത് പിന്നെ എക്സ്ക്യൂസ് മീ, തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി. തീപ്പെട്ടി ഇല്ല ചേട്ടാ, തീ ഇരിക്കട്ടെ. ഹായ്, ഞാൻ അജയ്. ആയിക്കോട്ടെ, ഞാൻ സാം, ഇവൻ ജോണി. അജയ്, ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്നെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ലില്ല. അല്ലടാ. ഇല്ല. ഉണ്ടെങ്കിലും ഇല്ലെന്നല്ലേ എല്ലാരും പറയൂ. ഈ ഞാനും. ബട്ട് ഇന്ന് നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. വെറുതെ വേണ്ട, നിങ്ങളുടെ ചെലവ് എന്റെ വക. ഏയ് അതൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളുടെ ബില്ല് ഞങ്ങൾ തന്നെ പേ ചെയ്തോളാം. പിന്നെ കാശ് ചേട്ടൻ തന്നാ മതി. ആണോ? അത് കൊള്ളാം. സോറി, ഡിസ്റ്റർബ് ആവുന്നില്ലല്ലോ അല്ലേ? ചേട്ടാ, ഞങ്ങൾക്ക് ചേട്ടനൊരു ഡിസ്റ്റർബ് അല്ല. കാരണം ഇന്നത്തെ ഞങ്ങളുടെ സ്പോൺസർ ചേട്ടനാണല്ലോ. അതെ. ബിയർ വന്നല്ലോ. ചേട്ടനും ഞങ്ങളുടെ പഠിക്കല്ലേ? ഒരു ഗ്ലാസ് കൂടി. ഇത് ഞാൻ ആവശ്യമുള്ള ഒരു ഗ്ലാസ് കൂടി തന്നാൽ മതി. ഒഴിക്കോ? അല്ല, ഇത് ഒന്ന് തുറന്നല്ലോ. ഒന്ന്. ഒന്ന് രണ്ട്. മതി. ഞാൻ ആവശ്യമുള്ള, ഞാൻ ആവശ്യമുള്ള. എന്തോന്നല്ലേ ഇത്? വെസ്റ്റ്. ഇങ്ങനെ പിടിച്ച കൂമ്പ് പാടിപ്പോലെ ഏട്ടാ. വാറോ ചത്തുപോലെ ചേട്ടാ. എപ്പോ ചാവും? അതിങ്ങനെ അത് ഞാൻ അടിച്ചടിച്ചടിച്ച് മരിക്കും. അപ്പോ താമസം എടുക്കുമല്ലേ? ഇന്ന് മരിക്കാൻ പോകുന്നതിന്റെ കൂമ്പ് വാഴിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് ചേട്ടൻ സീരിയസ് ആയിട്ട് പറയണോ? പിന്നെ തമാശ പറഞ്ഞിരിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ പ്രശ്നം? അല്ല ചേട്ടാ, ആക്ച്വലി എന്താ പ്രശ്നം? ആത്മഹത്യ സ്ലോ മോഷനാണ്. എന്താ തീർത്ത് ഒരു മനുഷ്യൻ മരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവനെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ മാത്രമാണ് അവൻ മരിക്കുന്നത്. സോറി, ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ അത്രയും പ്രശ്നങ്ങളുണ്ടെന്ന്. അല്ല ഏട്ടാ, എന്തിനാ ചേട്ടൻ മരിക്കാൻ പോകുന്നത്? എന്ത് പ്രശ്നത്തിനും പരിഹാരമില്ല ഏട്ടാ. ഇനി ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കാം.
നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? പറ്റില്ലടോ. അല്ല കാരണം ഞാൻ ആരാണെന്നറിഞ്ഞ നിങ്ങളും എൻ്റെ കൂടെ സ്നേഹം നടിച്ചു കൂടും. നിങ്ങളും എൻ്റെ കൂടെ കൂടും, സ്നേഹം നടിച്ചു കൂടും. ഛേ കരലേട്ടാ, പ്രശ്നം എന്താന്ന് വെച്ചാൽ പറയും. പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് പ്രശ്നമൊന്നും ഈ ലോകത്തില്ലല്ലോ അല്ലേ? വെയിറ്റർ, ഇനി നിങ്ങൾക്ക് വല്ലതും വേണോ? വേണ്ട, മതി. ഞങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ. എനിത്തിങ് സർ? ബില്ല് കൊണ്ടുവന്നോളൂ. ഇവരുടെ രണ്ടുപേരുടെ ഉൾപ്പെടെ. ഓക്കെ ശരി സർ. ചേട്ടാ അത് ഞങ്ങളുടെ ബില്ല് ഞങ്ങൾ പേ ചെയ്തോ. എടോ വേണ്ടടോ, അതിൽ നിന്ന് 2 ഗ്ലാസ് ഞാനും കുടിച്ചതാ. സർ ബില്ല്. എന്നാ ഓ കുറെ 2000. താങ്ക് യു സർ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ടില്ലേ? ശരി. സാറേ സാറേ സാറ് പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒരു നാടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ഇന്നത്തെ ഭാഗ്യവന്മാർ നിങ്ങൾ രണ്ടുപേരുമാണല്ലേ? ആഹാ, ഓരോ ദിവസവും ഓസിനടിക്കാൻ വിധിക്കപ്പെട്ട ഭാഗ്യവന്മാരുണ്ടായിരിക്കും. അതെ ചേട്ടൻ അങ്ങോട്ട് തന്നെ ആ പൈസ ഇങ്ങോട്ട് തന്നെ. ഓസിന് അടിക്കുന്നു പോടോ. അല്ല വെറുതെ ഓസു. അല്ല, അയാൾ എന്താ നമ്മളെ ഭാഗ്യവന്മാരെന്ന് പറഞ്ഞു? അത് ബില്ലയാള് പേ ചെയ്തോണ്ടായിരിക്കും. ഇങ്ങനെ ദിവസം ഓരോരുത്തരുടെ ബില്ലയാള് പേ ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഇന്നത്തെ ദിവസം ഒരുമാതിരി വൃത്തിയായിട്ട ദിവസമായി പോയി. ആരെയാണോ കണി കണ്ടത്? അടിച്ച് മൊത്തം ഇറങ്ങിപ്പോയി. ജോണി, ഇനി അയാളെങ്ങാൻ പോയി ചാവൂടാ. പോയി ചാവട്ര. എത്ര പേര് ചാവുന്നു? ഭൂമിയിലെ ഭാരം കുറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. നീ ആളുടെ കയ്യിലുള്ള കാശ് എത്ര ശ്രദ്ധിച്ചായിരുന്നു? ഏതാ? ഒരു 50,000 രൂപയെങ്കിലും ഉണ്ടാവും. നീ എന്താ പറയണേ? അടിച്ചു മാറ്റണോ? എടാ അയാള് വല്ലോടത്തും പോയി ചത്ത പിന്നെ നമ്മള് കൊടുക്കും. ഒന്ന് പോയടാ മോനെ അവിടുന്ന്. ചാവുന്നതിന് മുമ്പേ അയാള് നമുക്ക് തന്നിട്ട് പോയതാന്ന് വിചാരിച്ചോളൂ. ഒന്ന് പോയടാ ശവി, മനസ്സിന് വികാരമില്ലാത്ത ജന്തു. ആര് പറഞ്ഞു വികാരമില്ലെന്ന്? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ലാൽ ചേച്ചിനെ കാണുമ്പോ എനിക്ക് നല്ല വികാര. ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ ഒന്ന് ആഞ്ഞു പിടിച്ചാണ്ടല്ലോ, ഇന്ന് കുറച്ച് കാശ് ഒപ്പിക്കാൻ നമുക്ക് പറ്റും. നീ വേഗം അതങ്ങ് അടിച്ചേ. അയാൾ എങ്ങോട്ടാ പോയെന്ന് നോക്കാം. എടാ നിനക്ക് പ്രാന്താണ് അയാളുടെ പുറകെ പോവാൻ. നീ ഒന്ന് വേഗം വന്നേടാ. വാങ്ങിട്ടു എണീച്ച് വാടാ. എടാ വേണം. അയാൾ ഏത് നരകത്തിൽ പോയി കിടക്കണോ? ഒന്ന് വേഗം നടക്ക് നീ. ആരാ അവളാ? നീ ഫോൺ എടുത്തേ. അവൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. മനുഷ്യനൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. എടാ അവൾക്ക് ടെൻഷൻ ഉണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ അവളുടെ വീട്ടിൽ നിന്നൊന്നുമല്ല വിളിക്കണത്. നീ അവളെ അടിച്ചോണ്ട് വന്നൊരു ഹോസ്റ്റലിലാക്കിയേക്കുമല്ലേ? എടാ നിന്റെ കൂടെ ഒരു ജീവിതം പ്രതീക്ഷ ഇറങ്ങി വന്നോളാം അവള്. എന്നിട്ട് ഇപ്പൊ ആഴ്ച 2 ആയില്ലേ ഹോസ്റ്റലിൽ വെക്കുന്നു. മതി, നീ എന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണോ? തേ തുടങ്ങി. എടാ ഞാൻ പറയാനുള്ള പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. നീ ഫോൺ എടുത്തേടാ. ഹലോ ഹലോ സാം, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാനൊക്കെ ടെൻഷനായി. അനു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു ജോലിയിലാണ്. നിന്നോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് 10 പൈസ സമ്പാദിച്ചു കഴിഞ്ഞാലേ എനിക്ക് നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി പോറ്റാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ എന്നെ ഇറക്കിക്കൊണ്ട് പോകുന്നത്? അധ്വാനിച്ച് കാശുണ്ടാക്കി എല്ലാം തികഞ്ഞു കഴിയുമ്പോൾ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാ മതിയായിരുന്നില്ലേ? അതെങ്ങനെയാ? നിന്നെ കെട്ടിക്കൊണ്ടു പോകാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ? എന്റെ മനസമാധാനം പോവാൻ വേറെ വല്ലതും വേണോ? എന്നാ പിന്നെ എന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. അതൊന്നും ശരിയാവില്ല എന്ന് നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊരു പെണ്ണാണ്, നീ അത് മനസ്സിലാക്കണം. നീ ഒന്ന് വച്ചിട്ട് പോയാനു. നിനക്ക് എന്താ? നീ ഇങ്ങ് വന്നേ. ഹലോ ഹലോ കിഷോറെ. നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ ആലപ്പുഴ എത്തി. ഞാൻ റഫീഖിനെ കണ്ടായിരുന്നു. അവൻ എവിടെയുണ്ട് ഇപ്പോൾ? അവർ ആലപ്പുഴ തന്നെ ഉണ്ട്. നമ്മുടെ പിള്ളേർ അവർ പിന്നാലെ ഉണ്ട്. നിങ്ങൾ എവിടെ ഉണ്ട്?
ഞങ്ങൾ ടൗണിൽ തന്നെയുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ശവക്കോട്ട പാലത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യ്. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി. അവൻ എന്തു പറഞ്ഞു? അവനിവിടെ തന്നെയുണ്ട്, ഈ നഗരത്തിൽ. സംഭവം സത്യമാണ്. നമ്മുടെ പിള്ളേർ അവൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവൻ്റെ പണി തീർത്തു. ஓ செல்லம் சீக்கிரம் வாடி. செல்லம் இது வந்து நம்ம அஜய் சார் தான். சார் 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 வணக்கம். வணக்கம் சார். நீங்க எப்படிங்க தண்ணி போட்டு உங்கள்ட குடி மாறி போச்சா? ഞാൻ ചുമ്മാ, താനവിടെ പോടോ. அது நான் வந்து என் பொண்டாட்டிக்கு படம் பார்க்க போனோன்னு ஒரு ஆசை. ஆனால் டைம் கிடைக்கல. இன்னைக்கு தான் டைம் கிடைச்சது. பாருங்க சார், என் பொண்டாட்டி ரொம்ப அழகா இருக்குல்ல. சின்ன தம்பி படத்திலே குஷ்பு மாதிரி அப்படியே இருக்கு. தினமும் உனக்கு இந்த மாதிரி நடக்க கூடாதா? யோ இங்க பாரு, நம்ம வேலை என்ன? இஸ்திரி போடுற வேலை. நம்ம எந்த ஊர்ல தங்கி இருக்கேன்? கேரளா ஊர்ல. நான் இந்த மாதிரி அழகா நடந்திருந்தா அந்த கேரளா பசங்க எப்பவே என்ன ரேப் பண்ணி ஆகணும். குளிக்காம அந்த மாதிரி நடந்தேனாலே என் மானம் இப்பவுமே என்கிட்ட தான் இருக்கு. அப்பப்பா கடவுளே, എൻ ചെല്ലം ഒരിക്കലും കുളിക്ക വേണ്ട. നീ നിന്റെ പൊണ്ടാട്ടിയും കൂടി സിനിമ കാണാൻ പോവുമല്ലേ? എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ടൊക്കെ പോകും. അയ്യോ വേണം സാർ. അയ്യോ വേണം സാർ. അയ്യോ ചെല്ലം വേണം. ഇന്ന് സാർ എന്ത് சரி சரி അനു, താനൊന്ന് സമാധാനിക്കടോ. സാം എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി നീയുമായി അധികം വൈകാതെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ നിന്നെ സേഫ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലത്തല്ലേ താമസിപ്പിച്ചിരിക്കണേ. നീ വിഷമിക്കാതെ. ചേച്ചി പറ, ഞാൻ എങ്ങനെ മനസ്സമാനത്തോടെ ഇരിക്കും? പുറത്തിറങ്ങിയിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. വീട്ടിലെ അച്ഛനും ആങ്ങളമാരും പോലീസുകാരും ഒക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്റെ കഴുത്തുള്ള താലി കെട്ടി സാമിന്റെ വീട്ടിൽ താമസിപ്പിച്ച തീരാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. ചിലപ്പോ സാമിന്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളില്ലായിരിക്കും. എന്ത് സാഹചര്യം? ചെല്ലുന്ന വീട്ടിലെ സാഹചര്യത്തോട് ഒത്തുപോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ സാമിന് എന്നെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോണോന്നാ. അനു, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിനൊപ്പം നിൽക്കുകയാണ് നമ്മൾ പെൺകുട്ടികൾ ചെയ്യേണ്ടത്. സാം നിനക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അവൻ പണം സമ്പാദിച്ച് സ്വസ്ഥമായി നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനുള്ള എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിന്നെ ഈ ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? ബി പോസിറ്റീവ്. ചിലമ്പിട്ട കാലുകൾ കിലുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ. ചിലമ്പിട്ട കാലുകൾ കിലുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ. സുന്ദരമായ നിൻ ചുരുൾ മുടിക്കെട്ട് മാറിവിൽ മായാതൊളിച്ചിരുന്നു. ചിലമ്പിട്ട കാലുകൾ കിലുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ. गगन गगन से वो रंग छाए, गगन गगन से, गगन गगन
गगन से वो रंग छाए गगन गगन से മലർമാസരാവുകൾ കൊഴിഞ്ഞു പോയെങ്കിലും വിജനമാം വീതിയിൽ കാത്തിരുന്നു മലർമാസരാവുകൾ കൊഴിഞ്ഞു പോയെങ്കിലും വിജനമാം വീതിയിൽ കാത്തിരുന്നു നിന്നെയും തേടി ഞാൻ അലയുന്നു ഓർമ്മതൻ തേരിലും അലയുന്നു ഓർമ്മതൻ തേരിൽ അലയുന്നു ചിലമ്പിട്ട കാലുകൾ കിലുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ ചിലമ്പിട്ട കാലുകൾ കിലുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ രാക്കിളി പാടിയ രാവുകളങ്ങു പോയി നക്ഷത്ര ചിന്തുകൾ പൊലിഞ്ഞു പോയി രാക്കിളി പാടിയ രാവുകളങ്ങു പോയി നക്ഷത്ര ചിന്തുകൾ പൊലിഞ്ഞു പോയി നിന്നെയും തേടി ഞാൻ അലയുന്നു ഓർമ്മതൻ തേരിലും അലയുന്നു ഓർമ്മതൻ തേരിൽ അലയുന്നു ചിലമ്പിട്ട കാലുകൾ കിലുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ ചേട്ടാ ചത്ത ചേട്ടാ ചേട്ടാ ആ നിങ്ങളായിരുന്നോടോ ഞങ്ങള് ചേട്ടനെ എവിടെയൊക്കെ തിരക്കിന്നറിയോ അതെ ഈ സിറ്റി മൊത്തം തിരക്കി വിടുമായിരുന്നു നിങ്ങൾ എന്തിനാടോ എന്നെ അന്വേഷിച്ച് നടക്കണ അത് പിന്നെ ചേട്ടാ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ് മദ്യപിക്കാറുണ്ട് എല്ലാ അലമ്പത്തിനും കയ്യിലുണ്ട് പക്ഷെ മനസാക്ഷിക്ക് കുറവൊന്നുമില്ല മാത്രമല്ല ഇന്ന് തന്നെ ബാറിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പരിചയമില്ലാത്ത ചേട്ടൻ വന്ന് ബില്ല് കൊടുക്കുന്നു പോകുന്നു അതും ആത്മഹത്യയായി ഞങ്ങൾ ഇതൊക്കെ സിനിമയിൽ മാത്രമേ ചേട്ടൻ കണ്ടിട്ടുള്ളൂ ചേട്ടൻ അവിടെ നിന്ന് മരിക്കുന്നു പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്കൊരു മനസ്സമാനം കിട്ടിയില്ല. ഏത് ബ്രാൻഡാണോ പഠിച്ചത്? ചിലപ്പോ അതിന്റെ ആവും. കെട്ടിറങ്ങിക്കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറൂടോ. എടോ നമ്മളൊക്കെ മനുഷ്യരാടോ. നമ്മുടെയൊക്കെ സഹതാപത്തിനെ 5 മിനിറ്റേ ആയുസുള്ളൂ. ശരിക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. മാത്രമല്ല എൻ്റെ പ്രശ്നം തീർക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലടോ. കാരണം അതെൻ്റെ മനസ്സിന്റെ പ്രശ്നമാണ്. അല്ല അത് നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ചാൽ മാറില്ലേ? ചേട്ടാ അവൻ പറഞ്ഞത് കാര്യാക്കണ്ട, വിവരമില്ല. ചേട്ടൻ മരിക്കരുത്, അത് ഞങ്ങൾക്ക് വിഷമാവും. ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല. സത്യം. ചേട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങളോട് പറയേ. ഈ വിഷമമൊക്കെ ഒരാളോട് തുറന്നു പറഞ്ഞാൽ തന്നെ തീരും പകുതി പ്രശ്നങ്ങള്. ഓ എന്നാലായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ. എന്നാൽ അന്നേരമൊക്കെ വയറ് നിറച്ചങ്ങ് കള്ളു കുടിക്കും. കുടിച്ച് കുറേ കഴിയുമ്പോൾ അങ്ങനൊന്നും ചെയ്യണ്ടെന്ന് തോന്നും. ജീവിതം എന്നത് നമുക്കെന്തെങ്കിലും പ്രതീക്ഷയോടുകൂടി ജീവിച്ചു തീർക്കാൻ വേണ്ടിയിട്ടല്ലേടോ. വളരെ ശരിയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാം നശിച്ച് ഈ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടി ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. അറിയാം, പല ദിവസങ്ങളിലും കള്ളു കുടിച്ച് അതൊന്നും വേണ്ടാന്ന് വെക്കും. എന്നാൽ ഇന്ന് എത്ര കുടിച്ചിട്ടും
ആ തീരുമാനം മാറ്റാൻ പറ്റുന്നില്ല. അതെന്താണെന്നറിയോ നിനക്ക്? ഇല്ല. മരിക്കാൻ സമയമായി. അല്ല എടോ, ഞാൻ മരിച്ചാൽ ഈ ലോകത്തൊരാൾക്ക് മാത്രമേ ദുഃഖം ഉണ്ടാവൂ. ആർക്കാന്നറിയോ? ആർക്കാ ആർക്കാ പറ. എനിക്കാടോ. പിന്നെ എന്തിനാ ചേട്ടൻ മരിക്കാൻ നിൽക്കണത്? ജീവിക്കാൻ അർഹതയില്ലാത്തോണ്ട് മാത്രം. പിന്നെ മരിക്കണ കാര്യം. ഓക്കെ, എന്താ കാരണം? എടോ, എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനും വൈഫും ഇങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ ഒരു ബാങ്കിലായിരുന്നു എനിക്ക് ജോലി. ഞങ്ങളിവിടെ താമസവും തുടങ്ങി. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിലായിരുന്നു എനിക്ക് ജോലി. അവിടുത്തെ തിരക്കുകളിൽ എനിക്ക് ആശ്വാസമായി എൻ്റെ അതേ പോസ്റ്റിലുള്ള ഒരു ചെറുപ്പക്കാരനെ എനിക്ക് സുഹൃത്തായി ലഭിച്ചു. അനിൽ, സുന്ദരൻ, സുമുഖൻ. അത്യാവശ്യം പഞ്ചാരടിയും കള്ളത്തിലൊക്കെ ഉള്ളൊരു ചിന്ന കോഴി. വളരെ പെട്ടെന്ന് അവനും ഞാനും നല്ല സുഹൃത്തുക്കളായി മാറി. ആ സുഹൃത്ത് ബന്ധം അവനെ എൻ്റെ ഫാമിലി ഫ്രണ്ടാക്കി മാറ്റി. അനിൽ വന്നു തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഭാര്യയിലുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതേയില്ല. സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും അവൾക്ക് പൊരുത്തപ്പെടാതിരുന്നതിൽ നിന്നും പൂർണ്ണമായി അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് അന്ന് പിരിഞ്ഞതാ അവർ രണ്ടുപേരുമായുള്ള ബന്ധം. അത് ഓർക്കുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യാൻ തോന്നും. പിന്നെ എൻ്റെ മോളെ ഓർക്കുമ്പോഴാണ് ഇതൊന്നും വേണ്ടെന്ന് വയ്ക്കുന്നത്. എൻ്റെ മോളെ, അവളെനിക്ക് അത്രയ്ക്ക് ജീവനാ. മോള് ചേട്ടൻ്റെ ഒപ്പമാണോ താമസിക്കുന്നത്? എൻ്റെ മോള് ഹോസ്പിറ്റലിലാണ്. അവളുടെ ഹാർട്ടിൻ്റെ വാൽവിന് സാരമില്ല, നാളെ ഓപ്പറേഷൻ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. അപ്പോൾ ഹോസ്പിറ്റലാരാ? അവിടെ എൻ്റെ അമ്മയുണ്ട്. എനിക്ക് 1-2 സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. ആ, 2 വിട്ട ഇതാടോ കുഴപ്പം. ഇനി എന്താ പരിപാടി? അല്ല, ഇന്നത്തെ ടെൻഷൻ മാറിയ സ്ഥിതിക്ക് ഇതിന്റെ സന്തോഷത്തിന് നമുക്ക് 2 വിട്ടാലോ? നിനക്ക് ഇത്രമായിട്ടൊന്നും മതിയായില്ലടാ. അല്ല, എനിക്കും മതിയായില്ല. പിന്നെ 2 മതിയോ അതിൽ കൂടുതലാവണോന്നാ ഞാൻ ചോദിച്ചേ. അപ്പൊ 2 അത് നല്ല ഐഡിയ. പോയാലേ? ഹലോ, പറയൂ, എത്തിയോ? അതാ വരുന്നു. അമ്മച്ചി, അമ്മച്ചി, അതാ വരുന്നു മോളെ. എന്താ മോളെ? അമ്മച്ചി, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുവാ. വണ്ടി വന്നെന്ന് തോന്നുന്നു, കമ്പനിന്നേ. ഞാൻ ഇറങ്ങുവാ. ശരി മോളെ. ദേ, അപ്പച്ചൻ മരുന്ന് തുപ്പിക്കളയാതെ നോക്കണം. പിന്നെ കാലത്ത് വരുമ്പോ വല്ലതും വാങ്ങിക്കണോ? വേണ്ട മോളെ, നീ ഇങ്ങ് വന്നാ മതി. അവനിതുവരെ വന്നില്ലേ സാം? അവൻ വരുമ്പോ പറയണം അപ്പച്ചന്റെ അടുത്ത് തന്നെ കിടന്നോണോന്ന്. രാത്രി ഞാനില്ലാത്തതാ. അതെങ്ങനെയാ? ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് അവനെ അറിയില്ലല്ലോ. കാലത്ത് ഇറങ്ങിക്കോളും നാട് തണ്ടാനായിട്ട്. ഇവിടെ ഞാനൊരാളുണ്ടല്ലോ കിടന്ന് കഷ്ടപ്പെടാനായിട്ട്. പൊന്നുമോ വരുമ്പോഴേ വെട്ടി വിഴുങ്ങാനായിട്ട് ഉരുട്ടി കൊടുത്തോണം കേട്ടോ. അപ്പച്ചാ, ഞാൻ ഇറങ്ങുവാ. മെയ്യിൽ പാതി പകുത്തു തരും, മനസ്സിൽ പാതി പകർത്തു തരൂ കൊച്ചി കള്ളി.
ഹലോ ഹലോ മോളെ, ഞാൻ ഇറങ്ങി. ഞാൻ ഈ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. എവിടെ? ഒരു നീലക്കാറാണോ? ആ, ഒരു ബ്ലൂ കാർ. ആ ഞാൻ കണ്ടു. ഓക്കെ. കണ്ടോ? ഇപ്പൊ ബട്ടൺ ആക്കിയെന്നെ. പോവാം. ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ. നമ്മള് പോകുന്നത് സേഫ് ആണല്ലോ അല്ലേ? പിന്നെ എന്റെ മോളുടെയും മരുമോന്റെയും വീടാ. അവര് 2 ദിവസം ടൂറിന് പോയിരിക്കുക. എനിക്കിവിടെ 2 ദിവസം പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിസിനസ്. അപ്പൊ പിന്നെ അപ്പച്ചൻ വീട്ടിൽ താമസിച്ചാൽ മതി എന്ന് അവളും പറഞ്ഞു. അങ്ങനെ കിട്ടിയതാ താക്കോല്. പിന്നെ എന്നെ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ആ, ഈ ഹോഴ്സ് പവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ദൈവം തമ്പുരാനേ ഹോഴ്സ് പവറിന് കൈയും കാലും വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന ആരെയാ? ആ സീറ്റ് ബെൽറ്റ് തന്നെ ഇട്ടാ. ഞാനേ മുട്ടിഞ്ഞ സ്പീഡാകട്ടോ. സുരക്ഷ 14 ലെവൽ റെഡിയാക്കോ കേട്ടോ. ഓക്കെ സർ. അപ്പോഴേ സാറന്മാരെ സമയം ഒരുപാടായി. ബാറ് പൂട്ടണം. പിരിയല്ലേ? അയ്യോ, പിരിയാനോ? ഇത്ര അടിച്ചൊക്കെ പിരിയാൻ വേണ്ടിട്ടാ? അതല്ലടാ, നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു. ഓ, ഞാൻ വിചാരിച്ചു ഇതൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പിരിയാനായിരിക്കുമെന്ന്. ഫ്രണ്ട്സ്, നമുക്ക് പിരിയാം. ആ, കസേര പോയി. ഇപ്പുറത്ത് ആ ചെറിയ കൈയൊന്നും ഇങ്ങനെ. ഓ, എന്ത് വെയിറ്റാ. പിടിക്ക്. ഇത് വരുന്നില്ല. താങ്ക്സ് ചേട്ടാ. എടാ, ഇത്തിരി ഒന്ന് പിടിയടാ. ഒന്ന് പിടിക്ക്. ചേട്ടാ വേലമാനം. എന്ത് ഭാരേട്ടാ. ശരിക്കും ഫിറ്റ് ആയിട്ടുണ്ടല്ലേ? നടന്നോളൂല്ലേ? ഓ, അയ്യോ, എന്റെ മോതിരം കാണുന്നില്ലല്ലോ. ഇവിടെ എല്ലായിടത്തും ബാറിലെങ്ങാനും വെച്ചും മറന്നോളൂ. ഇപ്പൊ നീ എടുത്തോ. ചിലപ്പോ ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടാവും. പോട്ടെ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും പിരിയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, നോക്കി പോണേ. എന്താടാ, നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യൻ. എന്താ നീ ഇതെ പഠിച്ചു മാറ്റി? അതൊക്കെ ഞാൻ അടിച്ച് മാറ്റി പോരെ. വേണ്ടായിരുന്നു, ഇത് മോശമായി പോയി. അയാളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നില്ലേ? നീ ഇപ്പൊ അയാളായിട്ട് ഫ്രണ്ട്ഷിപ്പായല്ലേ? അതെ, എനിക്ക് കാശിന് നല്ല അത്യാവശ്യമുണ്ട് കേട്ടാ. അയ്യടാ, ഇത്തിരി സഹതപിക്കാൻ കൂടി പറ്റില്ലെന്നായോ അപ്ലൈ തുടങ്ങി. എനിക്കും കാശ് വേണം. അങ്ങനെ വഴിക്കുവാ. ഇത് രൂപ 23,500 കേട്ടാ. 50-50 എന്താ പോരെ? നാളെ നല്ല പൊളിപ്പൻ ജീൻസ് ഷർട്ട് കൊടുക്കണം. എന്ത് വേണേലും അയക്കോ. കാശ് മുഴുവൻ തീർന്നു കഴിഞ്ഞിട്ടേ എന്റെ അടുത്ത് തന്നെ കടം ചോദിക്കാൻ വരരുത് കേട്ടാ. ഒരു കാശ് തരാൻ വന്നേക്കുന്നു. അലമ്പ് കാണിക്കുന്നു. സംഭവിച്ചാ അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ല അവൻ്റെ. ഇവിടെ മാർക്കറ്റിൽ റഫീഖ് എന്നൊരുത്തനുണ്ട്.
ലോക്കൽ ഗുണ്ടകളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ചങ്കാണവൻ. അവൻ്റെ ഒരു ട്രേഡർ മാത്രമാണ് ഈ പറഞ്ഞ സാം. പിന്നെ അവനൊരു ചേച്ചിയുണ്ട്. അത്യാവശ്യം വമ്പന്മാർക്ക് മാത്രം അവൈലബിൾ ആവുന്ന ഒന്നാന്തരം പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അവൻ. എന്തായാലും നല്ല ഫാമിലിയാണ്. മോക്കെ ഇറങ്ങിപ്പോവാൻ വേറെ ആരും കിട്ടിയില്ല അല്ലേ? അവള് മിസ്സിംഗ് ആയ ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. നീ ടെൻഷൻ അടിക്കണ്ട, നമ്മളെ പിള്ളേർ പോയിട്ടുണ്ട്. ഇരു ചെവി അറിയാണ്ട് അവർ പൊക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. ജീവനോടെ വേണം എനിക്കവനെ. അവളെ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചതെന്ന് ആദ്യം അറിയണം. പിന്നെ എനിക്കവനുമായൊരു കണക്ക് തീർക്കാനുണ്ട്. ഹലോ ഹലോ ജോച്ചാ, ഇത് എവിടെയാ? ഞാൻ എവിടെയാ? തനിക്കെന്താടോ? അല്ല, ഇന്ന് ഓഫീസിലെ പിള്ളേരെല്ലാം ലീവില്ല. അതിനെന്താ? ഞാനിപ്പോ അവിടുന്ന് പോന്നിട്ടല്ലേ ഉള്ളൂ. അതല്ല ജോബച്ചായ, ഞാൻ പറയുന്നതേ മെയിൻ കുളം ഒഴിച്ചിട്ടിരിക്കുക. ഇന്നാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കല്യാണമാണ്. മിക്കവരും പണി തീർത്ത് റിസപ്ഷന് പോയിരിക്കുക. അത് താൻ ഓഫീസിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വിളിച്ചത് ജോബച്ചാൻ 2 അടിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ന്യൂസ് എനിക്ക് കൊണ്ടുവരണം. കൂട്ടത്തിലുള്ളവരെ കൊണ്ട് ഗുണമില്ലാതെ വരുമ്പോ നിങ്ങളെപ്പോലുള്ള ഫ്രീലാൻസ് പത്രപ്രവർത്തകരല്ലേ ഞങ്ങൾക്കൊരു ആശ്രയം. താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വൈകുന്നേരം 2 വിട്ട് റിലാക്സ് ചെയ്യുന്ന സമയാടോ. താൻ വിളിച്ചത് അല്പം താമസിച്ചു പോയി. എടോ, ഞാൻ 2 വിട്ടടോ. അയ്യോ, അങ്ങനെ പറയില്ലേ. ജോബച്ചാൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് വാർത്തകൾക്കൊന്നും ഒരു ജെനുവിറ്റി ഇല്ല. ഞാൻ നോക്കട്ടെ. അയ്യോ, അത് മതി. ജോബച്ചായ നോക്കുന്നിടത്തെ വാർത്തയുള്ളൂ. അതാണല്ലോ ചൊല്ല്. എനിക്കിനി മനസമാധാനമായിട്ട് ബാക്കിയുള്ള പേജുകൾ പ്രിന്റിംഗ് വിടാമല്ലോ അല്ലേ? എന്നാ ശരി ജോബച്ചായ, വെക്കട്ടെ. ഷൈമ, ഇതാ ഷൈമ. എന്തോ ആ ചായ വിളിക്കണം, ആ ചായ വിളിക്കണം. ഒരു മിനിറ്റ്. എന്താ ചായ? വണ്ടിയിൽ എണ്ണ ഉണ്ട്. എന്നാ എടുത്തോ, നമുക്ക് ഇറങ്ങാം. എങ്ങോട്ടാ ചായ? ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞത് അനുസരിച്ചാ മതി. ഓ ശരി. நான் அப்பவே சொன்னேன், டீ சாப்பாடுன்னு சாப்பிட நிக்க வேணாம், டைம் ஜாஸ்தி லேட் ஆகும்னு. ஆனா கேட்கல. கூப்பிடா செல்லம். பின்ன கோப்படாமே. காலை முதல் சாயங்காலம் வரை தொழில் செய்து உங்களுக்கு தண்ணி சாப்பிடுறதுக்கு வர பணம் யாரு தரணும்? நான் தானே. அந்த எனக்கு ஒரு சினிமா பார்க்கறதுக்கு எவ்வளவு ஆசை இருக்குன்னு தெரியுமா? நான் ரொம்ப ஆசையா பார்க்க வந்த படம் இது. ஆனா நீ தான் டைம் வேஸ்ட் பண்ணி டிக்கெட் கிடைக்காம போனதுக்கு காரணம். ஏன் செல்லலே? இது என்ன? இது என்ன? என்ன இது? அச்சச்சோ, தங்க மோதிரம் தானே. இது எப்படி உங்க கீசையில? அதுதான் நானும் நினைக்கிறேன். இது எப்படி ஏன் போகல? இந்த சட்டை யாரோடது? இது அந்த ரமேஷ் சார் இஸ்திரி போடாம கொடுத்த சட்டை. அப்போ இந்த மோதிரம் அந்த ஆளுடைய? அல்ல, இந்த ஷர்ட் நான் தான் இஸ்திரி போட்டது. அந்த டைம்ல இந்த மோதிரம் பாக்கெட்ல இல்ல. அப்போ இந்த மோதிரம் எப்படி ഈ പോക്കറ്റിൽ വന്നത്?
கடவுளே, இனி என்ன செய்யும்? இந்த மோதிரம் நமக்கு கடவுள் தந்தது. அப்படியே நினைச்சுக்கோ. இந்த மாதிரி ஒரு மோதிரம் நமக்கு கனவில் கூட கிடக்க மாட்டேன். ஐயோ, இது நமக்கு வேணாம். இது கடவுள் தந்தது அல்ல. எனக்கு ரொம்ப பயமா இருக்கு. இந்த மாதிரி ஒரு மோதிரம் உங்களோட கையில யாராவது பார்த்தா உங்களை போலீஸ் கொண்டு போயிடும். அறிவு கிட்ட பயமுறை. இது கடவுள் கொடுத்த மோதிரம். இது நான் ആർക്കുമേ കൊടുக்க മാட்டேன். ഇങ്ങ് വാടി. എൻ കടവുളേ, എന്താ ചായ ആലോചിക്കുന്നത്? മനുഷ്യരുടെ ഫീലിങ്സ് വിറ്റ് കാശുണ്ടാക്കുന്നവരാ നമ്മൾ. മീഡിയ ഒരു തരത്തിൽ ആലോചിച്ച മടുത്തു. ചത്തവന്റെയും ജീവിച്ചിരിക്കുന്നവന്റെയും മടിപ്പാമാട കഴുകിയെടുത്ത് കഥയെഴുതുന്ന നശിച്ച പത്രധർമ്മം. എന്തു വെച്ചാ? ഒന്നും മനസ്സിലായില്ല. തലച്ചോറ് ഉറച്ചിട്ടില്ലാത്തത് കൊണ്ടാ. ഹലോ, ജോസാ സാറേ? എന്താ ജോസേ? വല്ലതും ആയോ സാറേ? റൗണ്ട്സിന് ഇറങ്ങിയതേ ഉള്ളൂ. ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓ, നമ്മുടെ മഞ്ഞക്കുരുവിന്റെ മെയിൻ കോളം ശൂന്യം. എന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ച് ഇറങ്ങിയതാ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഞാനിപ്പോഴേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ. എന്താടാ ഒരു കള്ളലക്ഷണം? ഒന്നുമില്ലേ. എവിടെ പോയി ഈ സമയത്ത്? പടം പാക്കരുത് അല്ലേ? ആനാ ടിക്കറ്റ് കിടക്കില്ല. ശരി, പോ. ഞാൻ നമുക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം. എനിക്കൊന്നും വേണമെന്നില്ല. എന്നാ പിന്നെ ഫ്രൂട്ട്സ് എങ്കിലും വാങ്ങാം. അല്ലെങ്കിൽ ക്ഷീണമാകും. ഉറങ്ങാൻ പോവല്ലോ. സാം, വേണ്ട, നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. ഞാൻ ഓർത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ തുണിയല്ലേ? ആ അമ്മേ, നീ ഇതെവിടെടാ? അറിയാമ്മേ. നീ എവിടാന്ന്? അമ്മേ, ഇത് ഹോസ്പിറ്റലിലെത്തി. ദേ ഇപ്പൊ എത്തും. അമ്മ കട്ട് ചെയ്തു. വേഗം വാ. ആ ആഹാ, നീ ഇന്നും ആവശ്യത്തിന് വലിച്ചു കയറ്റിട്ടുണ്ടല്ലേ? സ്വന്തം കുഞ്ഞ് അത്യാസന്ന നിലയിൽ കിടക്കുമ്പോഴും നിന്റെ ഈ നശിച്ച കുടി ചുമ്മാതല്ലടാ കെട്ടിയോള് കണ്ടോന്റെ കൂടെ പോയത്. അമ്മേ, ഞാൻ നീ ഒന്നും പറയണ്ട. നാളെ കാലത്താണ് ഓപ്പറേഷൻ. പൈസ കെട്ടിയില്ലേ? ഞാൻ നേഴ്സ് വെച്ചു ചോദിച്ചു. അമ്മയ്ക്കറിയാവോ ഞാൻ ഈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി എവിടെല്ലാം ഓടിയെന്ന്?
അവസാനം ഓരോരുത്തരുടെ കൈകാലും പിടിച്ചിട്ടാ ഞാൻ ഈ ക്യാഷ് ഉണ്ടാക്കിയത്. അതിന്റെ ടെൻഷനിൽ ഞാൻ 2 അങ്ങ് അടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ മദ്യപിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും ഉണ്ടാവും. ആ, നീ വല്ലതും കഴിച്ചായിരുന്നോ? നിങ്ങളോ? നാളെ അടയ്ക്കേണ്ടതല്ലേ? ദേ ഈ പൈസ അങ്ങ് വെച്ചോ. എന്നാടാ? ഹലോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞില്ലേ മോളുടെയും മരുമോൻ്റെ വീട്ടിൽ അവിടെ അവർക്ക് എന്തോ പ്രോബ്ലം. യാത്ര ക്യാൻസലായി, തിരിച്ചു വരാൻ പോകുന്നെന്ന്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. എന്നാ പിന്നെ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുവിട്ടേക്ക്. അങ്ങനെ പറഞ്ഞാലെങ്ങനെ? മനുഷ്യൻ കഷ്ടപ്പെട്ട് കോട്ടയത്ത് നിന്ന് രാജ്യരാമാനം കാർ ഓടിച്ച് എത്രയിടം വരെ വന്നത്. അതിപ്പോ വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാകത്തില്ല. ഞങ്ങള് കോട്ടയത്തുകാരൊന്നും വിചാരിച്ച ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ അത് നടത്തിയിരിക്കും. അത് ഈ തീരുമാനം എന്ന് പറഞ്ഞാല് തീരുമാനത്തിന് കൈയും കാലും വെച്ച് ദൈവം നമ്പരാൻ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ആരെയാ? ഞാനേ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇവിടെ എനിക്ക് ചില പിടിപാടുകളൊക്കെ ഉണ്ട്. ഹലോ, സാർ. സാർ, ഇയാളുടെ കുറച്ച് കാശ് ആരും അടിച്ചോണ്ട് പോയി. എത്രയുണ്ട്? 50,000. എങ്ങനെ പോയി? ഡോ, ഇയാളെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു കുഞ്ഞിന്റെ ജീവൻ ആശുപത്രിയിൽ കിടക്കുമ്പോ ആ കാശും കൊണ്ട് ബാറിൽ പോയിരിക്കുന്നു. അപ്പൊ നീ ഇത് അനുഭവിക്കേണ്ടവനാ. പക്ഷെ നീ അല്ലല്ലോ അനുഭവിക്ക, ആ കുഞ്ഞ്. ഡോ, ഇയാള് പറഞ്ഞ രൂപത്തിലുള്ള 2 പേർ ആ ബാറിലോ ബാറിന്റെ സമീപ പ്രദേശത്തോ ഉണ്ടെങ്കിൽ, അവർ ആവശ്യത്തിൽ കൂടുതൽ ആർഭാടം കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയിക്കോ. ഓക്കെ സാർ. പിന്നെ ആ തമിഴനെയും തമിഴത്തെയും ഈ സിറ്റിയിൽ ഇന്ന് തന്നെ ഇങ്ങനെ വല്ലവരെയും കിട്ടിയാൽ അവരുടെ കയ്യിൽ തൻ്റെ കാശുണ്ടെങ്കിൽ കിട്ടും. അത്ര ഉറപ്പ് എനിക്ക് തരാൻ പറ്റൂ. ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയി. സാർ. എന്തായി, കഴിഞ്ഞോ? കഴിഞ്ഞു. ഇത് ഇപ്പൊ കഴിയും. ഹലോ, കർത്താവേ. ഹലോ, എക്സ്ക്യൂസ് മീ. ഇവിടെ റൂമുണ്ട്? റൂമുണ്ടല്ലോ. സിംഗിൾ റൂമുണ്ട്, ഡബിൾ റൂമുണ്ട്, ഫാമിലി റൂമുണ്ട്. ഭാഗ്യം. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. റൂമുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. റൂം ഒഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞ റൂമുകളൊന്നും ഇവിടെ ഒഴിവില്ല. അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വേണ്ട പോലെ ചെയ്യാം. നേരാവണ്ണം വരുന്ന ഫാമിലിക്ക് ഇവിടെ കൊടുക്കാൻ റൂമില്ല. പിന്നെ ഈ സെറ്റപ്പിന് താൻ എന്താ ഉദ്ദേശിച്ചു?
റൂം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ പോരെ. എന്തോ അനാവശ്യം പറയുന്നു. ഞാൻ എന്താ ഇനി പോലീസിനെ വിളിക്കണോ? വേണ്ട. അല്ല പിന്നെ ഉണ്ണിയെ കണ്ട് അറിഞ്ഞോടോ ഊരിലപ്പഞ്ഞം മനുഷ്യന്റെ ഉറക്കം. പട്ടിണിയാവൂ ഭർത്താവ്. എന്തായി? ഓ എന്നാവന. നേരം വിളിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. എന്നാ പിന്നെ കട്ട് ചെയ്തോ. നിർത്ത്. എന്തായി? എന്താകാനാ സാറേ, ഇന്ന് രാത്രി തന്നെ കാശ് തപ്പിയെടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാ. അവന്മാരൊക്കെ മുങ്ങിക്കാണും. പിന്നെ ഒരു കുഞ്ഞിന്റെ കാര്യമല്ലെന്ന് വെച്ചിട്ടാ. അയാളെന്തേ? ഇവിടെ ഉണ്ട്. ഒന്നുകൂടി ഒന്ന് തപ്പി നോക്ക്. ഓ പിന്നെ അയാൾക്ക് ചായ മറ്റോ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. ഓ മേടിച്ചു കൊടുക്കാം. എന്താടാ നീ കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാനാ, കുറച്ച് അല്ലറയിലെ കടമൊക്കെ ഉണ്ട്. നമ്മുടെ സേതുവേട്ടന് 1500 റുപ്യ, പിന്നെ മമ്മക്കാക്കൻ്റെ കടയിൽ 750 റുപ്യ, അങ്ങനെ അല്ലറിയില്ല. അപ്പൊ നക്കാപ്പിച്ച കടമുള്ളല്ലേ? എനിക്ക് എത്ര കടമുണ്ടെന്ന് എനിക്കറിയാം. കുറേ ഉണ്ടെന്നറിയാം, പക്ഷെ അത് എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ കയ്യിൽ ഇങ്ങനെ കാശ് കൂടെ നിനക്കെന്നാൽ പോലും നിന്റെ കട തീരത്തില്ല. നമ്മൾ ഈ കാശ് കൊണ്ട് നക്കാപ്പിച്ച കടവും കിട്ടി, പിന്നെയും പണ്ടത്തെ പോലെ തെണ്ടി തിരിഞ്ഞ് കുത്തുവാളെടുത്ത് നടക്കും. അങ്ങനെ നടന്നാൽ മതിയോടാ. പിന്നെ ഈ കാശ് കൊണ്ട് നമുക്ക് മാറി കാറിന്റെ ഷോറൂം അങ്ങോട്ട് തുടങ്ങിയാലോ? കയ്യിലേക്ക് ലക്ഷക്കണക്കിന് റുപ്യല്ലേ? ലക്ഷങ്ങളൊന്നും അല്ലെങ്കിലും രൂപ 50,000 ഉണ്ട്. ഈ കാശിന് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സും ഉണ്ട്. എന്തേ നീ പറയണൊന്നും മനസ്സിലാവുന്നില്ല. കറക്റ്റായിട്ട് ഒന്നുകൂടി പറ. എടാ, ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്തേ, എല്ലാരോടും പറയാൻ പറ്റിയ ജോലിയാണോ? എടാ അതല്ല, നമ്മൾ റഫീഖിന്റെ സാധനം വാങ്ങി വെക്കും. ഒന്ന് പോയടാ. എടീ, കഞ്ചാവൊക്കെ നമ്മൾ എവിടെ ഒളിപ്പിച്ചു വെക്കും? എടാ, ഇത്രയും നാളും അവന് റിസ്ക് ഒന്നുമില്ല. സാധനം അവൻ തരും, നമ്മൾ വിൽക്കും. അവസാനം അവൻ തരുന്ന നക്കാപ്പിച്ചയും വാങ്ങി നമ്മൾ കൃതാപ്തരാവും. എന്തുട്ട്? എടാ, ആത്മനിർവൃതി അടങ്ങുന്നു. അങ്ങനെ പറ. എന്നിട്ട് ഇനി നമുക്കത് പോരാ. നമ്മളുടെ കയ്യിലിരിക്കുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാം. ക്ലയൻസ് നമ്മുടേതല്ലേ. നീ സീരിയസ് ആയിട്ട് എന്നോട് പറയണേ? ഓ, ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് തമാശ പറഞ്ഞിട്ടുണ്ടോ? നീയല്ലേ എപ്പോഴും തമാശയായിട്ട് എടുക്കണേ. ഇത് കേട്ടിട്ട് തന്നെ എന്റെ കൈയും കാലം പറക്കുന്നുണ്ട്. പിന്നെ റഫീഖിന്റെ എന്ന് സാധനം വാങ്ങിച്ചു വെക്കുക. എന്റെ കർത്താവേ. എടാ, കാശ് കിട്ടിയ സാധനം തരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അവന് കച്ചവടം നടന്നാൽ മതി. ഈ കാശിന് നമ്മൾ ചരക്കെടുക്കുന്നു, എന്നിട്ട് കുറേശ്ശെയായി പാക്കറ്റിലാക്കി 600 പാക്ക്, 1200 പാക്ക് അങ്ങനെ മുറിച്ച് വെക്കാടാ. അത് ശരിയാ. സാധനം കൈ കിട്ടിയ രക്ഷപ്പെടാനല്ലാണ്ട് തൂക്കിയാരും നോക്കില്ലല്ലോ. എന്നാലും ഒരു പക്ഷേ ഇല്ല. നീ ആ കാശിങ് എടുത്തേ, ഞാൻ റഫീഖിനെ വിളിക്കട്ടെ. സ്വന്തം കുഞ്ഞ് അത്യാസന്റെ നിലയിൽ കിടക്കുമ്പോഴും നിന്റെ ഈ നശിച്ച കുടി ചുമ്മാതല്ലടാ കെട്ടിയോള് കണ്ടോന്റെ കൂടെ പോയത്. ഹോസ്പിറ്റലിലേക്കാണോ? അതെ, പക്ഷേ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് 2 പേരുണ്ട്. കൂടെ കിടക്കുന്ന ആൾക്കാരുടെ ബൈസ്റ്റാൻഡേഴ്സാണ്. ഓ ശരി, മറ്റൊന്ന് കാണാം. ഓട്ടെ ഏട്ടാ. നീ ഇത് എത്ര ദിവസമായിട്ട് അവധി പറഞ്ഞു തുടങ്ങിയിട്ട്? എടാ, കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു സത്യമുണ്ട്. എടാ, നീ കൂടുതൽ വർത്തമാനമൊന്നും പറയുന്ന. ശരി കണ്ട
ഇവന്മാരുടെയൊക്കെ കാശ് ചോദിച്ചു വിളിക്കുമ്പോ എല്ലാത്തിന്റെ വർത്താനം ഇതാണ്. ഒന്നിന്റെ കയ്യിലും കാശില്ല. പിന്നെ നീ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ സാധനം എടുക്കാൻ വേണ്ടി ഞാൻ റഫീഖിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നിനക്ക് ഞാൻ തരാം. അത് ഉറപ്പല്ല ലാസറേട്ടാ. എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് മറ്റന്നാളെ എനിക്ക് ക്യാഷ് കിട്ടും. മോളുടെ ഓപ്പറേഷൻ നാളെയും. കയ്യിലാണേ 10,000 രൂപ കഷ്ടിയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാധനങ്ങൾ എടുക്കാൻ വെച്ചിരിക്കുന്ന കാശാണ്. കാശ് മറ്റന്നാൾ തിരിച്ചേൽപ്പിച്ചാൽ മതി. നിനക്കൊരാവശ്യം വരുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. വളരെ നന്ദിയുണ്ട് ചേട്ടാ. അല്ല, അവനിതെവിടെ പോയി കിടക്കുന്നു? മോനെ, നീ കാശ് ചോദിച്ചു വന്നപ്പോൾ എൻ്റെ മോനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ റഫീഖ് എന്ന് പറഞ്ഞു ഒരുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് ഈ റഫീഖേ. പിന്നെ ഞങ്ങൾക്കായതുകൊണ്ട് പലിശയൊക്കെ ഇത്തിരി കുറച്ച് തരും. ഞാനൊന്ന് വിളിക്കട്ടെ. ആ പച്ച, എവിടെടാ നീ? ഞാൻ റഫീഖിന്റെ കൂടെ ഉണ്ട്. കാശ് വാങ്ങുന്നേക്കാ. ഒന്ന് വേഗം വായൊന്നിട്. ദാ വരുവാ, ഓടി വരാം. ഓടേം ചാടൊന്നും വേണ്ട, നീങ്ങ വന്നാ മതി. അജയൻ്റെ കൂടെ കാത്തിരിക്കുക. ഓ ശരി, ഓക്കെ. 50,000 രൂപ തികച്ചുണ്ട്. ലാസറേട്ടൻ ചോദിക്കുമ്പോ എങ്ങനെ ഇല്ലാന്ന് പറയാ. ഞാനിത്തിരി ടൈറ്റ് ആയിരുന്നു. ഓക്കെ. നീ നോക്കൂ. സാറേ, ഞാൻ അങ്ങാടിയിലുണ്ട്. വന്നോ? എന്താ നീ താമസിച്ചു? അതപ്പച്ച റഫീഖാന്റെ കാശുണ്ടായില്ല അപ്പച്ച. വേറെ കണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് തന്നതാ. എണ്ണൊന്നൊന്നുമില്ലേ? എന്തിന്? ലാസറിന്റെ ക്യാഷ് ഞാൻ എന്നെ നോക്കണം. നീ അജയനെ അങ്ങോട്ടാക്കി കൊടുക്കും. അത് വേണ്ട ലാസറേട്ടാ, ഞാൻ ബസ്സിന് പോക്കോളാം. വേണ്ട ഏട്ടാ, ഞാൻ ടൗണിലേക്കല്ലേ പോകുന്നേ. വാ. ശരി. ചെല്ലു പോ, സമയങ്ങളെ. കുഞ്ഞിനെന്താ പറ്റിയേ? അവളുടെ ഹാർട്ടിന്റെ വാൽവിനൊരു കംപ്ലൈന്റ്. കുറെ നാളായി തുടങ്ങിയിട്ട്. അമ്മയില്ലാതെ വളരുന്ന കുട്ടിയല്ലേ. ആ കുറവ് അവൾക്ക് വലിയ വിഷമാവും. എല്ലാം ശരിയാവും ചേട്ടാ. ഞങ്ങളെ തന്നെ നോക്കിയേ, ഞങ്ങളാകെ തകർന്നിരിക്കുക. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് കച്ചവടമൊക്കെ ആകെ തകർന്നത്. പെങ്ങന്മാരെ 3 പേരെയാ കെട്ടിച്ചയച്ചത്. ഇപ്പോ അപ്പച്ചനൊരു തണൽ ആവശ്യം. അപ്പോ ക്യാഷ് വാങ്ങിയത് നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായല്ലേ? ഒരിക്കലുമില്ല. ഇതുപോലെ അത്യാസന്ന നിലയിൽ ഓരോരുത്തർ സഹായിക്കുന്നുണ്ടാ ഞങ്ങൾക്ക് ചോദിച്ച കാശ് കിട്ടുന്നത്. പിന്നെ ഈ തവണ കാശ് പലിശക്ക് എടുക്കേണ്ടി വന്നു മാത്രം. പലിശക്ക് എടുത്തോ? 50,000 രൂപയല്ലേ. മരുന്ന കടലേക്ക് സ്റ്റോക്ക് എടുക്കേണ്ടതാ. കാശൊന്നുമില്ലായിരുന്നു. വരുമാനത്തിന്റെ സിംഹഭാവം കടം തീർത്തോണ്ടിരിക്കുക. പെങ്ങന്മാരെ കെട്ടിച്ചയച്ചതേ. അപ്പോഴാ ചേട്ടന്റെ ആവശ്യം വന്നത്. അപ്പോ കാശൊരു ദിവസം നേരത്തെ വാങ്ങി. ഞാനിവിടെ ഇറങ്ങിക്കോളാം. അല്ല, ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നേ? ഞാൻ ആക്കി തരാം. അല്ല, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഷൈനെ ഇവിടെ ഇറക്കിയാൽ മതി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് പോക്കോളാം. എന്നാ ശരി, ബൈ. ഓക്കെ, കാണാം. ഓ. ഹലോ. റഫീഖ, സാമ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഇപ്പുണ്ട്. ഞാനങ്ങോട്ട് വരാടാ. പിന്നെ പോലീസ് പിടിച്ച പൊന്നുമക്കളെ എന്റെ പേര് പറയരുത്. അതെന്താ അങ്ങനെ പറയണത്? ഞങ്ങൾ എന്താ സാധനം ആദ്യമായിട്ട് വാങ്ങണോ? അതല്ലടാ, നേരത്തെ വാങ്ങിയ പോലുള്ള നക്കാപ്പിച്ച സാധനമല്ലത്. 50,000 രൂപയുടെ സാധനമാ. സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഓ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ സാധനം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഓക്കെ. നമ്മള് പറഞ്ഞല്ലോ, അവൻ കിടന്നു. എന്തോ സാധനത്തിന്റെ കാര്യം പറഞ്ഞ് കടിപിടി കൊടുക്കുന്നുണ്ടല്ലോ. എന്താ അത്? കാര്യം പറഞ്ഞു. എടാ, അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ കാര്യം അല്ല പറയുന്നത്. നിനക്ക് എങ്ങനെ അറിയാം? നീ നോക്കിയോ. എന്താ
അല്ല ഈശ്വര വല വീണു. സാധനത്തിന്റെ കാര്യം പറഞ്ഞ് കടിപിടി വീടുന്നോണ്ട് ഭയന്ന് ചോദിച്ചതാ. എന്ത് സാധനം? ഈശ്വരന്മാരെ കള്ളന്മാർ ഒന്നും അറിയാത്ത പോലെ. പിന്നെ ചങ്ങനാശ്ശേരിക്ക് വിടുന്ന ബസ് ഉണ്ടോ ചേട്ടാ? ഇപ്പൊ 10 മണി കഴിഞ്ഞില്ലേ? വല്ല ബസ് സ്റ്റാൻഡിൽ പോയി നോക്കൂ. കശ്മലമാർ മനുഷ്യന്റെ വികാരം. നമുക്ക് ഇവിടുന്ന് മാറാം. നീ റഫീഖിനെ വിളിച്ച് വേറെ സ്ഥലത്തേക്കാന്ന് പറഞ്ഞേ. ചങ്ങനാശ്ശേരിക്കാണോ ചേട്ടാ? അതേലോ. ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്കും കോതമംഗലത്തിന് എവിടെ വേണേ പോവാ. കോതമംഗലത്ത് പോവാ, അതാ നല്ലത്. നമ്മളിങ്ങനെ നടന്ന വല്ല ന്യൂസും കിട്ടുമോ ജോബച്ചായ? കിട്ടും. ആർക്കും കിട്ടാത്ത എക്സ്ക്ലൂസീവുകളാണ് ജോസ് കണ്ടെത്തുന്നത്. നമ്മൾ ന്യൂസ് കണ്ടെത്തുകയല്ല, നമ്മൾ നോക്കുന്നിടത്ത് ന്യൂസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ദാറ്റ്സ് ജോസ് തിയറി. ചാനലുകൾ ലൈവ് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ പത്രം വായിക്കുന്നവനും ഫീൽ ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി. ഒരു നഗരം തിരക്കിൽ നിന്നൊഴിഞ്ഞു മാറി ഉറങ്ങുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകും. ഒരു രാത്രി അടുത്ത പകലിലേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകും. ദാറ്റ് ഈസ് മരണവും ജനനവും ദിവസക്കണക്ക് തികയ്ക്കുമ്പോൾ മരണത്തിന്റെ കണക്ക് തികയ്ക്കാൻ, കാലനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ആക്സിഡന്റ് ഉണ്ടാകും. മരണവും സംഭവിക്കും. അതെ, എനിക്ക് ന്യൂസ് നൽകാനായി ആരോ മരണത്തിലേക്ക് നടക്കുന്നുണ്ട്. ഒരു ആക്സിഡന്റിന്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട്. ഹലോ എടാവേ, ഇത് ഞാനാ. രാത്രി വിളിക്കണ്ട, ഒരു ആവശ്യം വന്നു. ഞാൻ വിളിച്ചതേ നിന്റെ ഓഫീസ് ഇപ്പൊ അടച്ച് കാണും. അല്ല, അടച്ചില്ലെങ്കിലേ കുറച്ചു നേരത്തേക്ക് ആ കീയും തരാമോ? ഈ രാത്രിയില് കുറച്ചു നേരത്തേക്കോ? എന്നാടാ വല്ല പണി ഒപ്പിക്കാനാണോ? അല്ലടോ, ഞാനേ ഈ എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് തരാ. ഇനി കോട്ടയത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെളുപ്പിന് പോയാ മതിയല്ലോ. അല്ല, എറണാകുളത്തുനിന്ന് നേരിട്ട് പോകുന്നല്ലോടോ തനിക്കെളുപ്പം. അത് പിന്നെ എനിക്ക് ആലപ്പുഴയിൽ ഒരു കട കയറണമായിരുന്നു. ഇവിടെ എത്തിയപ്പോ കട അടച്ചു പോയി. എടോ ചാക്കോച്ചോ, തനിക്ക് നേരത്തെ വിളിച്ച് പറയാൻ മേലേ? ഞാനിനി നാളെ വീട്ടിലെത്തത്തുള്ളൂ. ഞാനിനി വീട്ടിലേക്ക് പോയാൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ബോട്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ എങ്ങ് കൂടാമെന്ന് കരുതി. എന്നാ പിന്നെ ഞാൻ പല വഴിയിൽ ഒതുക്കിട്ട് റെസ്റ്റ് എടുക്കാം. അവന്റെ അമ്മയുടെ അതെ, വണ്ടിയിൽ വെച്ചൊന്നും പറ്റത്തില്ല. വണ്ടിയിൽ വെച്ചാൽ എനിക്ക് പറ്റത്തില്ല, പക്ഷേ ശരിയാകത്തില്ല. അല്ല, ഫോണിൽ പറഞ്ഞല്ലോ വഴിയിൽ വണ്ടി ഒതുക്കിയിട്ടിട്ട് റെസ്റ്റ് ചെയ്യാന്ന്. അത് അവനോട് എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞല്ലേടി കൊച്ചേ. ഇവിടെയൊക്കെ റഷ് എന്ന് പറഞ്ഞാൽ മറ്റേതല്ലയോ. അതെ, എങ്ങോട്ടാ? ഇവിടെ അങ്ങനെ സമയമൊന്നും കൂടുതലായിട്ടില്ലല്ലോ. നോക്കട്ടെ, ഒറ്റ മിനിറ്റ് പോരെ. ഹലോ, എന്താ റഫീഖ? ഒരു കോളത്തുണ്ട് കേട്ടോ. എന്താ? നമ്മുടെ ലീഫിക്കുന്ന പിള്ളേരില്ലേ, ആമാർക്കൊരു 50,000 രൂപ സാധനം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. പിള്ളേരെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. എടാ മെനകെട്ടവനെ, എന്നോട് ചോദിക്കാതെ കൊടുക്കാമെന്ന് നീ ഉറപ്പ് പറഞ്ഞോ? അല്ല, അത് പിന്നെ സാറേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വ്യാജ കഞ്ചാവ് വേട്ടയ്ക്ക് പിടിച്ചെടുത്ത സാധന ഇത്. കുറേശ്ശെ ഇവിടുത്തെ സായപ്പന്മാരുടെ അണ്ണാക്കി തിരികാൻ മതിയെന്ന് ഞാൻ പറഞ്ഞല്ലേ. റൊക്കം വിൽക്കാൻ നിനക്ക് ആരുടെ അധികാരം തന്നെ? ഏത് പിന്നെ? 50,000 രൂപയ്ക്ക് നീ അത് വിറ്റു. അവന്മാരത് കൊണ്ടുപോയി എവിടെയെങ്കിലും സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. സൂക്ഷിക്കുമ്പോൾ ഞാനറിയാതെ എന്റെ മുകളിലോ താഴെയോ ഉള്ള ഏമാന്മാർ അത് പിടിച്ചെടുക്കില്ലേ? പിടിച്ചെടുക്കൂ. നീ അങ്ങനെ സങ്കല്പിക്കേ. അങ്ങനെ പിടിക്കുമ്പോൾ അവന്മാർക്കിട്ട് നല്ല താങ്ങുമ്പോൾ അവന്മാർ നിന്റെ പേര് പറയും.
നിന്നെ പിടിച്ച് നല്ല താങ്ങുമ്പോൾ നീ ആരുടെ പേര് പറയും? ഞാൻ സാറിന്റെ പേര് പറയത്തില്ല. അയ്യോടാ, നീ പറയില്ല അല്ലേ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ പറയാതിരിക്കാൻ നിന്നെ ഞാൻ തട്ടും. നിനക്ക് മരിക്കണോ മോനെ റഫീഖേ? വേണ്ട സാർ. എന്നാ പിന്നെ ആ നായിന്റെ മക്കളോട് പോയിട്ട് ആ പൈസ കൊണ്ട് വല്ല വല്ല കൊടൈക്കനാലും പോയി അടിച്ചു പൊളിക്കാൻ പറ. അല്ല പിന്നെ എടാ, നീ 50,000 രൂപ എന്നല്ലേ പറഞ്ഞത്? ഈ പൈസ കൊണ്ടുവരുന്ന പിള്ളേരെങ്ങനെയാ? നല്ല പിള്ളേരെ സാറേ, എനിക്കറിയാവുമാരെ. എന്നിട്ടാണോ കഞ്ചാവ് കച്ചവടം? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ബിസിനസ്സിൽ അവര് വിശ്വസ്തരാ. ഞാൻ ചോദിച്ചത് സാമ്പത്തികമായിട്ട് അവരെങ്ങനെയാ? അത് പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം അവര് സായിപ്പന്മാർക്കും ആവശ്യക്കാരായ കോളേജ് പിള്ളേർക്കും കൊടുത്തിട്ട് കാശ് കൊണ്ടാ ജീവിക്കുന്നത്. അവന്മാര് നമ്മുടെ കയ്യിൽ നിന്നും സാധനം കാശ് അഡ്വാൻസ് തന്നിട്ടല്ലല്ലോ വാങ്ങുന്നത്. അല്ല, വിറ്റ് കാശ് കൊണ്ടുവരും, നമ്മൾ കമ്മീഷൻ കൊടുക്കും. എന്ന് വെച്ചാ നക്കാപ്പിച്ച കമ്മീഷൻ അല്ലേ? നീ ചോദിച്ചോ അപ്പൊ ഈ ക്യാഷ് എവിടുന്നാന്ന്? ഇല്ല. എന്നാണ് അവന്മാർ നിന്നോട് സാധനം വേണമെന്ന് ആവശ്യപ്പെട്ടത്? ഇന്നെന്ന് പറഞ്ഞൊരു 3/4 മണിക്കൂറായി കാണും. നീ അവരെ വിളിച്ചോ? ഇല്ല, വിളിക്കാൻ പോവുമായിരുന്നു. എന്നാ വിളിച്ച് സാധനം തരാമെന്ന് പറയും. ശരി സാർ, പറയാം. ആ റഫീഖെ, അവന്മാർക്ക് എവിടെ വെച്ചിട്ട് സാധനം കൈമാറാന്ന് പറഞ്ഞത്? ബീച്ച് റോഡിലേക്ക് പോകുന്നതിന് നെക്സ്റ്റ് റൈറ്റിൽ ഫസ്റ്റ് കാണുന്ന കടയുടെ മുന്നിൽ. അവരവിടെ വെയിറ്റ് ചെയ്യണം സാർ. ആ ശരി, നീ ഫോൺ കട്ട് ചെയ്തു. ഹലോ സാർ. ആ ജോസേ, താൻ എവിടെയാടോ? ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ സാറേ. ഇന്നത്തെ തന്റെ ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ സാറിനോട് പറഞ്ഞെന്നേ ഉള്ളൂ. ആക്ച്വലി ഞാനൊരു എക്സ്ക്ലൂസീവിന് വേണ്ടിയുള്ള അലച്ചില്ല. നമ്മുടെ മഞ്ഞക്കുരുവിന്റെ പത്രത്തിൽ മെയിൻ കോളം തയ്ക്കാൻ ഒരു ന്യൂസ് ഞാൻ തരട്ടെ, എക്സ്ക്ലൂസീവ്. ആ അതിനെന്താ സന്തോഷം. എന്റെ അലച്ചലിനൊരു ബ്രേക്ക് ആവല്ലോ സാറേ. എടോ, എന്റെ നല്ല ഫോട്ടോസ് പോലും തന്റെ കയ്യിലുണ്ടോ? പിന്നെ എന്റെ ലാപ്ടോപ്പിലുണ്ട് സാറേ. എന്നാ കുറിച്ചോ. മകളുടെ ഓപ്പറേഷനായി 50,000 രൂപയുമായി ഹോസ്പിറ്റലിലേക്ക് പോയ പിതാവിനെ കബളിപ്പിച്ച 2 ചെറുപ്പക്കാരെ 1 മണിക്കൂറിനുള്ളിൽ CI അതിവിദഗ്ധമായി പിടികൂടി. നേരോ? ആ ബാക്കി ഡീറ്റെയിൽസ് തന്നെ ഒരു 20 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിലോട്ട് വാ, അപ്പൊ തരാം. ഓക്കെ സാർ, താങ്ക്സ്. എടാ സൈമ, നിനക്ക് വിശക്കുന്നില്ലേ? വണ്ടി വല്ല തട്ടുകടയിലേക്ക് മറ്റുപെട്ടടാ. തട്ടടിച്ചിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം. റെയിൽവേ സ്റ്റേഷനിലേക്കാണ്? അല്ല, നിന്റെ അച്ഛൻ്റെ വണ്ടി എടുക്കടാ പോലീസ് സ്റ്റേഷനിലേക്ക്. പിന്നല്ലാതെ ആ റഫീഖേ, നീ ആ പിള്ളേരെ വിളിച്ചോ? വിളിച്ചു സാർ, അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ആ എന്നാ പിന്നെ നീ സ്വിച്ച് ഓഫ് ചെയ്തോ. സ്വിച്ച് ഓഫ് ആക്കാനോ? അപ്പൊ അവര് പറയുന്നത് കേട്ടാ പോരെ റഫീഖേ? ശരി സാറേ. സാർ, അയാളൊരു തമിഴത്തിലെയും കാര്യം പറഞ്ഞില്ലേ, അവരെ തപ്പി ഇറങ്ങിയത്. ഞാൻ നേരത്തെ കണ്ടിരുന്നു. ചിലപ്പോൾ 50,000 അവരുടെ കയ്യിലുണ്ടെങ്കിലോ? ഒന്ന് നോക്കിക്കളയാം സാർ, ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യമല്ലേ. ആ ഇനി അവരെ തപ്പൊന്നും വേണ്ട, സാധനം അവരുടെ കയ്യിലൊന്നുമില്ല. കാശെടുത്തവന്മാരെ പറ്റി എനിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ താനൊരു കാര്യം ചെയ്യ്,
വേഗം ആ ബീച്ച് റോഡ് വരെ പോയിട്ട് അവിടെ ഫസ്റ്റ് റൈറ്റ് തിരിയുമ്പോൾ ഒരു കടയുടെ മുന്നിൽ 2 പേര് നിൽക്കുന്നുണ്ടാവും. അവരെങ്ങ് പോകിക്കോ. ഓക്കെ സാർ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 6 കൊല്ലമായി. എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇന്ന് എൻ്റെ സകല ബന്ധുക്കൾ ഉപയോഗിച്ചിട്ടും ഒരു സ്ഥലം പോലും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. സമയേറെയായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കോ? പറയേ. നമുക്കേ കാഞ്ഞിരപ്പള്ളിക്കൊന്ന് പോവാം. ഓ, അവിടെ എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ ചെന്ന് ഒരു 2 ദിവസം നീ ചോദിക്കുന്ന കാശ് തരാം. അത് നാളെ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടേ. നീ വിചാരിച്ചാൽ അതൊക്കെ മാറ്റാൻ പറ്റും. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഊണ് വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എടാ സാം, ഇപ്പൊ ഞാൻ എന്താ പറയാ? എടാ എടാ എന്താണ് ഞാൻ പറയുന്നത്? നീ എന്ത് പറയാനാണ്? കണ്ടില്ലേ നീ അവളെ? കണ്ടു, പക്ഷേ ഞാൻ എന്നെ കേൾക്കാതെ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് ജോലിക്ക് പോയി കുടുംബത്തിന് വേണ്ടി കാശ് സമ്പാദിക്കുന്നുണ്ട്. അസൂയ തോന്നിയിട്ടുള്ളവരും ഉണ്ടാക്കി പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ എന്റെ സ്വന്തം കണ്ടുണ്ട്.
ഞാനൊരു കാര്യം പറഞ്ഞു, നീ കേക്കൂ? കാര്യം നമ്മുടെ കൂട്ടത്തിൽ ഐഡിയ കൂടുതൽ നിൽക്കാം, പക്ഷേ നീ കാര്യം പറഞ്ഞു തോലിക്ക്. നമ്മൾ എത്ര നാളാ ഈ കഞ്ചാവ് വിറ്റും മോഷ്ടിച്ചൊക്കെ ജീവിക്കുക? ഇന്ന് തന്നെ ഒരു കുഞ്ഞിന്റെ ഓപ്പറേഷൻ അതിന്റെ അച്ഛൻ സംഘടിപ്പിച്ച കാശ് കൊണ്ടാണ് നമ്മൾ മുങ്ങിയത്. പോലീസും പുറകെയുണ്ട്. ഏത് കേസിനാന്ന് പോലും അറിയില്ല. പിടിച്ച എന്തെങ്കിലുമൊക്കെ തലേത്ത നകത്തിലും. എനിക്കിതിനെ ഉപദേശിക്കാനൊന്നും അറിയില്ല. നീ എങ്ങനെ കരുതുകയും ചെയ്യരുത്. നിന്റെ ചേച്ചി ഇപ്പൊ മുതലല്ല, ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ മോശമായ രീതിയിൽ നടക്കുന്നു. നിന്നോട് ഞാനതൊക്കെ എങ്ങനെ പറയുന്നത് എനിക്ക് അറിയാൻ പാടാത്തോണ്ട. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ ഒരു കാര്യം പറയാറുള്ളത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവരങ്ങനെ മോശമാകാൻ കാരണം നീയല്ലേ? നിന്റെ അച്ഛൻ തളർന്നതിന് ശേഷം ശരിക്കും നീ കുടുംബം നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു, ഇല്ലേ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുക എന്നല്ല, പക്ഷെ നീ ഒന്ന് ആലോചിച്ചു നോക്കി. ശരിയാ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? നീ അത് വിട്. നാശം ആരാണോ കാണിക്കണ്ട. ഈ കാശ് നിനക്ക് വേണം. എന്താണ് നീ അങ്ങനെ ചോദിച്ചേ? നമുക്കൊന്നും വേണ്ട. ഈ കാശ് നമുക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാം. എടാ, അയാളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടാ തിരിച്ചു കൊടുക്കുക? അത് ചേട്ടൻ ബാറിൽ വെച്ച് മറന്നാണെന്നോ അങ്ങനെയോ മറ്റോ എന്തെങ്കിലും നമുക്ക് പറയാം. അല്ല, പിന്നെ അയാൾക്ക് കാശ് കാണുമ്പോൾ തന്നെ സന്തോഷമാവും. അത് ശരിയാ. എന്നാ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയാൾ അവിടെ ഉണ്ടാവും. വാ പോവാം. വാ, എനിക്ക് അവന്റെ കൂടെ അപ്പച്ച ഇറങ്ങിപ്പോയത്. സാമോ കൂടെ നിന്ന് തന്തയില്ലാത്തതിനെ കാണിച്ചത് എന്റെ കൂട്ടുകാരനാണെങ്കിൽ അവൻ ഇനി ജീവനോടെ കാണില്ല. വായിച്ചായ വെണ്ണിലാവിൽ മുല്ലയിൽ പൂ പൂത്തു, ആനകേറ മാമരത്തിൽ കാന്താരി പൂക്കുമ്പോൾ ഈ നീലവനിൽ പകരുന്നതേതോ ഈറന്നിലാവും ഈ കാടിലുറവും ഇരുളിനമ്പിൽ തറയുമറയൻ മലകളിൽ ചേക്കേറി ഇരുളിൻ തീരത്താരോ പതിയെ മൂടുന്നുണ്ടേ മേലെ വാരിൻ കൊമ്പത്തേതോ തിരി തെളിയുമ്പോ ഇരുളിൻ തീരത്താരോ പതിയെ മൂടുന്നുണ്ടേ മേലെ വാരിൻ കൊമ്പത്തേതോ തിരി തെളിയുമ്പോ ഒരു റാപ്പാടിപ്പാട്ട്
ഇരുളിൻ തീരത്താരോ പതിയെ മൂടുന്നുണ്ടേ മേലെ വാനിൻ തുമ്പത്തേതോ തിരി തെളിയുമ്പോ ഒരു ബ്ലൂ യൂൺ കാറാണ് സാർ. എനിക്ക് ഉറപ്പാണ് സാർ, അവന്മാരത് തന്നെയുണ്ട്. ഒന്ന് വേഗം പോ. അജയന്റെ കാശ്. ആലപ്പുഴയിലെ ചെന്തെങ്ങിൻ വേലീറൻ കാറ്റാലി നൃത്തം വയ്ക്കും പോലെ തുമ്പിൽ ചാഞ്ചാടും കുരുവി